എൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ മദർ എന്ന് പറയുന്നത് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എൻ്റെ അങ്കിളുണ്ട്. എൻ്റെ അങ്കിള് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്തിനാണ് ചെയ്യാമെന്ന് പറയുന്നത്, അത് ഏറ്റിട്ട് പിന്നെ അത് കുളവാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത്യാവശ്യം അയാൾക്ക് ചിരിക്കാൻ പോലും പറ്റുള്ളൂ. കാര്യം അത് അത്രയും ടെൻഷനിലായി നടക്കുന്ന ആളാണ്. ഇതെന്തിനെടുത്തു എന്നുള്ള ചിന്തയിൽ നടക്കുന്ന ആളാണ്. ഇപ്പോൾ ഗൂഗിൾ പറയുന്നത് സത്യമാകണമെന്നൊന്നുമില്ല, ഞാൻ പറയുന്നത് കേട്ടെ. അതിൽ അങ്ങനെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയേണ്ടത്, ഒരു അൺനോൺ വൈറസ് എന്നൊക്കെയാണ് പറയുന്നത്. ജീത്തു ജോസഫിനെ ഒരിക്കലും വിശ്വസിക്കരുത്. അദ്ദേഹം കഞ്ഞിയാണ്, കറിയൊന്നും ഇല്ലെന്നും പറഞ്ഞ ആളുകളെ വിളിച്ചു വരുത്തി ദം ബിരിയാണി കൊടുക്കുന്ന വ്യക്തിയാണ്. ഇത് കഞ്ഞിയാണെന്ന് പ്രതീക്ഷിച്ചു വന്നാൽ കഞ്ഞിയെങ്കിലും കിട്ടിയ ഭാഗ്യം. നായികക്കൊന്നും വലിയ പ്രാധാന്യമല്ല എൻ്റെ അതൊന്നും. നായിക്ക് വലിയ പ്രാധാന്യം, നായികയായിരുന്നു അതിന്റെ നെഗറ്റീവ് ക്യാരക്ടർ. സാധിച്ചില്ലെങ്കിൽ സങ്കടം തോന്നരുത്, ഇതൊന്നും ഇല്ലാതെ ചെയ്യാം. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും, ഞാൻ ഉൾപ്പെടെ. പോലീസും കോടതിയും ക്രൈമും ഒന്നും ഇല്ലാത്തൊരു സിനിമ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാവോ ഈ ഒരു കോമ്പിനേഷൻ? എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. വിജയമോഹൻ ഇനിയൊരു തുടർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അഡ്വക്കേറ്റ് അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. ഉണ്ടോ, ഇവരാണ് പറയേണ്ടത്. ഓരോ കേസിന്റെ വിജയമനുസരിച്ചാണ് അടുത്ത കേസിലേക്ക് പോകണം. പക്ഷെ നിർബന്ധമല്ല. പക്ഷെ ശാന്തിക്ക് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി, അത് കവർ ചെയ്യാനാണ്. ഞാനൊരു വക്കീലല്ലേ സാർ. ലാലേട്ടന്റെ കരിയറിൽ വിജയത്തിനും പരാജയത്തിനും എത്ര ദൈർഘ്യമുണ്ട് സ്ഥാനം? നമ്മൾ പണ്ട് കുട്ടനാട് ഭാഷയിൽ പറയും, എങ്ങനെയുണ്ടോ അടിച്ചടിച്ച് നിൽക്കുകയെന്ന് പറയും. ഈ വെള്ളം ഇങ്ങനെ അതുപോലെ അങ്ങനെ അടിച്ചടിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിന്നാണ്. വെൽക്കം, അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം മലയാളത്തിന്റെ മോഹൻലാൽ, ജീത്തു ജോസഫ് ആൻഡ് ശാന്തി മായദേവി. സ്വാഗതം ലാലേട്ടാ. എൻ്റെ ലാലേട്ടൻ്റെ കൂടെയുള്ള മൂന്നാമത്തെ ഇൻ്റർവ്യൂ ആണ്. ആദ്യത്തെ ഇൻ്റർവ്യൂ സൂമായിരുന്നു, രണ്ടാമത്തെ ഇൻ്റർവ്യൂ മരക്കാറുണ്ട്. അപ്പോൾ അന്ന് ചോദിക്കാൻ വിട്ട ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ട് നമുക്ക് നേരിലേക്ക് കിടക്കാം. നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയുന്ന മലയാളിയും ലോകത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മലയാളിയും ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ എന്നുള്ള വേർഡാണ് നമ്മൾ ഗൂഗിൾ തരുന്നത്. ശരിക്കും ലാലേട്ടൻ ലൈഫിൽ ഒരുപാട് ആളുകൾ വന്നു പോയിരിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പേര് ലാലേട്ടനെ ഡയറക്റ്റ്ലിയും അല്ലാതെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകും. ഈ ഒരു അടുത്ത കാലയളവിൽ ചിലപ്പോൾ ലാലേട്ടന് പരിചയമുള്ളതോ ഇല്ലാത്തതോ ഒക്കെ ആയിട്ട് ഒരാളെ കണ്ടിട്ട് അയാൾ ചെയ്തൊരു കാര്യം ഒരു 0.1% ലാലേട്ടനിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂമെൻ്റ്, ആ ഒരു ഇൻസിഡൻറ്റ് എന്തായിരിക്കും? ഒരാളല്ല, ഒരുപാട് പേര് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷെ അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, അതായി മാറാൻ പറ്റില്ല. അപ്പം അതിൽ അതുപോലെ ആകണം എന്നല്ല ആഗ്രഹിക്കുന്നത്, അതുപോലെ നമുക്കും ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ എപ്പോഴെങ്കിലും ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഒരു വലിയ എന്താ പറയേണ്ട ചിലപ്പോൾ കാണാം, ഒരു വലിയ സർജറി ചെയ്തൊരു ഡോക്ടർ അല്ലേ, ഒരാളെ രക്ഷിച്ചു, അല്ലെങ്കിൽ ഒരു ക്യാൻസർ പെയിൻ രക്ഷ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കാണുമ്പോഴത്തേക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് മോർ ദാൻ ഇൻഫ്ലുവൻസ്. അതിനേക്കാൾ അവർക്കൊക്കെ എനിക്ക് ആകാൻ പറ്റിയെന്നോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതല്ല, അവർക്കത് ചെയ്യാൻ കഴിഞ്ഞാലുള്ളൊരു സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഗൂഗിൾ പറയുന്നത് സത്യമാകണമെന്നൊന്നുമില്ല, ഞാൻ പറയുന്നത് കേട്ടെ. അതിൽ അങ്ങനെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, ഒരു അൺനോൺ വൈറസ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നമുക്ക് ചില മൊമെൻ്ററി ആയിരിക്കും, ചിലപ്പോൾ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പം എൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ മദർ എന്ന് പറയുന്നത് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എൻ്റെ അങ്കിളുണ്ട്. എൻ്റെ അങ്കിള്, പിന്നെ നമുക്ക് ചില ഗുരുക്കന്മാർ എന്ന് തോന്നാവുന്ന ചിലരുണ്ട്. പലരുടെയും പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് അവരായി മാറണം എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അവരിലെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ചാനലായിട്ട് മാറാനായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ ഒരു അത്തരം നല്ല ആൾക്കാരുടെ ഒരു ഓറയ്ക്കകത്ത് കിടന്ന് വളരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരാളായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, ഇയാളാണ് എന്നെ അധികം കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. ഈ അങ്കിൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ലാലേട്ടൻ തിരനോട്ടത്തിനൊക്കെ മുൻപ് ഒരു അങ്കിളിൻ്റെ കൂടെ യാത്ര പോകാൻ അങ്ങനെ ഒരു പ്ലാനൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു സിനിമയിലേക്ക് വന്നത്. ആ അങ്കിൾ തന്നെയാണോ ലാലേട്ടൻ ഉദ്ദേശിച്ചത്? അല്ലല്ല, അതൊക്കെ പിന്നെ പിൽക്കാലത്താണ്, അത് അങ്കിളല്ല, ഇത് എൻ്റെ അങ്കിൾ തന്നെയാണ്. നമ്മൾ നേരിലേക്ക് വന്ന ക്രിസ്മസ് റിലീസാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു 3 പേർക്കും എൻ്റെയും കൗമുദിറ്റിയുടെയും ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ ജീത്തു ജോസഫ് സാറിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലറിൻ്റെ താഴെയൊക്കെ വന്നേക്കുന്ന പല കമൻസും, കോപ്പി പേസ്റ്റ് ചെയ്ത കമൻസ്, ഏറ്റവും രസകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം, അതിനോട് സാറൊന്ന് റിയാക്ട് ചെയ്താൽ മതി. അത് ജീത്തു ജോസഫിനെ ഒരിക്കലും വിശ്വസിക്കരുത്. അദ്ദേഹം കഞ്ഞിയാണ്, കറിയൊന്നും ഇല്ലെന്നും പറഞ്ഞ ആളുകളെ വിളിച്ചു വരുത്തി ദം ബിരിയാണി കൊടുക്കുന്ന വ്യക്തിയാണ്. എന്ത് പറയുന്നത്? കുറേ പേര് കമൻ്റ് ഇട്ടതാണ് ട്രെയിലർ റിയാക്ഷൻ്റെ ഒക്കെ താഴെ. ആ ഒരു പ്രതീക്ഷയാണ് ആളുകൾക്ക്.
ഇത് കഞ്ഞിയാണെന്ന് പ്രതീക്ഷ വന്നാൽ കഞ്ഞിയെങ്കിലും കിട്ടിയ ഭാഗ്യം. അതല്ല ഇതെല്ലാം ദൃശ്യം 2-ന്റെ അകത്ത് ഞാൻ പറഞ്ഞ ഒരൊറ്റ ഇതുകൊണ്ടുണ്ടായതാണ്. ഇതിനകത്ത് ട്വിസ്റ്റ് സസ്പെൻസ് അങ്ങനെ ഇല്ലയെന്ന് പറഞ്ഞതുകൊണ്ട് പറ്റിയതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യസന്ധമാണ്. അതൊക്കെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാരണം വെച്ചാൽ ആ ഒരു കാറ്റഗറിപ്പെട്ട സിനിമയല്ലത്. ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണ്. ഇതിനകത്ത് കോടതിയിൽ നടക്കുന്ന ഡിഫൻസും ഒരു നിയമയുദ്ധമാണ് ആക്ച്വലി. കാരണം സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ക്രൈമും റിവീൽഡായി, ക്രൈം ചെയ്തയാളും റിവീൽഡായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് കോടതിയിൽ എന്തൊക്കെ സംഭവിക്കാം, ചിലപ്പം പല കുറ്റവാളികളെയും പിടിക്കപ്പെട്ടിട്ട് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടോ. അപ്പം അതാണ് ഇതിനകത്ത് അതിൻ്റെ ഇമോഷൻസുമാണ് ഈ സിനിമ. പക്ഷേ ഇതിനോട് ഞാൻ ഇപ്പം ദൃശ്യത്തിൻ്റെ മാത്രമല്ല, അതിന് ശേഷം കൂമൻ സിനിമ കണ്ടതല്ലേ. കൂമൻ്റെ ഇൻ്റർവ്യൂ ജിത്തു സാറിൻ്റെ അടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, നായികക്കൊന്നും വലിയ പ്രാധാന്യമല്ല എൻ്റെ അകത്തൊന്നും. നായിക എവിടെയാ പ്രാധാന്യം? നായികയായിരുന്നു അതിൻ്റെ നെഗറ്റീവ് ക്യാരക്ടർ. 3-4 സീനുകൾ ഒരുപാട് മീംസും കാര്യങ്ങളൊക്കെ ആയിട്ടത് വന്നതാണ്. നായികയ്ക്ക് ഒട്ടും പ്രാധാന്യമില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ എഴുത്തുകാരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നീതി തേടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ക്യാപ്ഷൻ വരുന്നത്. അപ്പം നിയമവ്യവസ്ഥ കണക്ട് ചെയ്ത് വരുന്ന എല്ലാ സിനിമകളിലും പറയുന്നതും ഇത് തന്നെ, നീതി തേടുന്ന ഒരു കഥ പല രീതിയിലായിരിക്കും പറയുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ എന്ത് വ്യത്യസ്തതയാണ് നീരിന് പറയാനുള്ളത്? ഇത് തെളിയിക്കുന്ന ഒരു പ്രൊസീജിയറാണ് അതിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്. സത്യം അറിയാം, സത്യം തെളിയിക്കാനുള്ള അതിനിടയിൽ വക്കീലന്മാർ, അവരുടെ കക്ഷികൾ, അവർക്കുള്ള ചാലഞ്ചസ് ആണ്. പല ഘട്ടത്തിലും വളരെ വലിയ ചാലഞ്ചസ് ഉണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന കോടതി മുറിക്ക് ഉള്ളിലുള്ളവർക്ക് ആ ചലഞ്ചസിലൂടെ അവർ പോകും. ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം ഇതിങ്ങനെ തന്നെയല്ലേ, അയാൾക്കൊന്ന് പറഞ്ഞുകൂട് എന്ന് തോന്നാം. പക്ഷെ അപ്പോഴും ഇത് കോടതി അല്ലെങ്കിൽ ഒരു ജഡ്ജിന്, അത് കേൾക്കുന്ന ഒരാൾക്ക്, വിധി പറയാനിരിക്കുന്ന ആൾക്ക് അയാളുടെ മുന്നിലുള്ള തെളിവുകൾ, പ്രോസിക്യൂഷനും ഡിഫൻസും കൊടുക്കുന്ന തെളിവുകൾ അനുസരിച്ച് മാത്രമാണ് തീരുമാനിക്കാൻ പറ്റുന്നത് ഒരു വിധി. എങ്ങനെയാണ്, എന്ത് പ്രൊസീജിയറിലൂടെയാണ്, എന്തൊക്കെ ചെയ്താലാണ്, എന്തൊക്കെ സ്ട്രഗിളാണ് ഒരു വക്കീൽ എന്നുള്ള രീതിയിൽ നടത്തുന്നത്. ഒരു വക്കാലത്ത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒഫൻസിന് അയാൾ ആ ഒരു ഷൂസിലേക്ക്, ആ കക്ഷിയുടെ ഷൂസിലേക്ക് കയറുകയാണ്, സ്റ്റെപ്പിംഗ് ഇൻ ടു ദ ഷൂസ് ഓഫ് എ ക്ലയൻറ്റ്. അപ്പോൾ അതിൽ അനുഭവിക്കുന്ന ചാലഞ്ചസ് ഒക്കെ ആയിരിക്കും. അതൊരു പുതുമയായിരിക്കും ആ പ്രൊസീജിയർ വൈസ്, ഇമോഷൻ വൈസ്. ലാലേട്ടൻ, ഇതൊരു പ്രതിയെ ആദ്യമേ തന്നെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു പ്രതി ആണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കുന്നത് ആ ഒരു പ്രൊസീജിയർ ആണോ ശരിക്കും ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് വെച്ചാൽ? അതെയോ ഈ ജയമോഹൻ എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ഇല്ലാതിരുന്ന, വിജയമോഹൻ എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ഇല്ലാതിരുന്ന ഈ ഒരു വ്യക്തി ഇദ്ദേഹം എങ്ങനെ തെളിയിക്കുന്നുള്ളതാണോ ഇതിൻ്റെ ഒരു ട്രിഗർ? അപ്പം അത് പറഞ്ഞാൽ അതിൻ്റെ രസം പോവില്ലേ? അങ്ങനെയല്ല, ഇപ്പോൾ ക്രൈം ചെയ്തു, ക്രൈം ആളെ പിടിച്ചു, അപ്പോൾ അവർക്ക് അതിൻ്റെ വലിയ അഡ്വക്കേറ്റ്സ് വരും. ഇദ്ദേഹം ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അയാൾ എങ്ങനെ അതിലേക്ക് എത്തിപ്പെടുന്നു എന്നൊക്കെ ഉള്ളതാണ് കഥ. നമ്മൾ സിനിമ തുടങ്ങുമ്പോഴേ ഞാനിതിന് ഫിറ്റായിട്ടുള്ള ഒരാളാണ് എന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അയാൾ എങ്ങനെ അതിലേക്ക് പോകുന്നു, അയാൾ അതിൽ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതൊരു ഡിബേറ്റാണ്. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ആ രഹസ്യം സൂക്ഷിക്കുക എന്നുള്ളത് ഒന്നാമത് വക്കീലിനോട് രഹസ്യം സൂക്ഷിക്കേണ്ട ആളാണ്. അതുകൊണ്ട് അത് രഹസ്യമായിട്ടിരിക്കട്ടെ എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ അത് കോൺഫിഡൻഷ്യാലിറ്റി, കക്ഷിയും വക്കീലും തമ്മിലുള്ള നമുക്ക് വേണമെങ്കിൽ എത്ര പ്രമാദമായ എല്ലാ തെളിവുകളുള്ള കേസുകളും തെളിയിക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ സങ്കടമായിട്ട് വരും അല്ലേ, ഒരുപാട് പേർക്കത്. പക്ഷേ ഇത് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിൻ്റെ ചലഞ്ച്. കാര്യം തെളിയിക്കാൻ സാധാരണ ഒരു ക്രൈമിനേക്കാട്ടിലുമൊക്കെ വ്യത്യസ്തമായ ഒരു ക്രൈമാണിത്. അപ്പം അത് തെളിയിക്കാൻ പറ്റാത്ത ഒരു ക്രൈമാണ് വേണമെങ്കിൽ. അപ്പോൾ എല്ലാ ഹോപ്പും നഷ്ടപ്പെടുമ്പോഴാണല്ലോ എന്തെങ്കിലും ഒരു ഈശ്വരൻ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു പക്ഷേ അയാൾക്ക് തെളിയിക്കാൻ സാധിക്കും. ചിലപ്പം സാധിച്ചില്ലെങ്കിൽ സങ്കടം തോന്നരുത്. ഒന്നും വിട്ടു പറയാതെ പിടിച്ചാണ് പറയുന്നത്. സിനിമയുടെ ഒരു രസം പോകില്ല. അതെ. ലാലേട്ടൻ, ഇപ്പോൾ ഇത്രയും വലിയൊരു കരിയറിൽ എനിക്ക് തോന്നുന്നു വളരെ വിരലിൽ എണ്ണാവുന്ന അഡ്വക്കേറ്റ്സ്, വക്കീൽ വേഷങ്ങളിൽ ലാലേട്ടൻ ചെയ്തിട്ടുള്ളൂ. പെട്ടെന്ന് ഓർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധിപനിലെ ശ്യാമോഹൻ, ഹരികൃഷ്ണൻസിലെ കൃഷ്ണൻ, പിന്നെ റെഡ് ചില്ലീസിലെ OMR, ഇപ്പോൾ നേരിലെ വിജയമോഹൻ, കുറേ ഉണ്ട്. ഹെലോയിലുണ്ട്, ഉണ്ട്, കുറേ സിനിമകളുണ്ട്. അപ്പോൾ അതിലൊക്കെ ചുമ്മാ അഡ്വക്കേറ്റ് എന്നുള്ള പേരേ ഉള്ളൂ. അപ്പം നമ്മളങ്ങനെ ഒരു കോട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നടക്കുന്നത്. പക്ഷേ ഇതിൽ അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ നോക്കിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവരെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. കോടതിക്ക് ഒരു ഡിസിപ്ലിനും ഒരു ഫോർമാലിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ പല സിനിമകളിൽ ഇപ്പം ആലോചിക്കുന്നു, അയ്യോ അന്ന് ചെയ്തതൊക്കെ തെറ്റാണല്ലോ എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അടുത്ത് പലപ്പോഴും പല ആൾക്കാർ ഇങ്ങനൊന്നും അല്ലടോ കോട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്.
നമുക്കതൊരു മേക്ക് ബിലീഫിന് വേണ്ടി സിനിമ ഒരു അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്വാതന്ത്ര്യത്തിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് ചിത്തു അതിനെ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കോർട്ട് റൂം ഇട്ടു, ഒരു കാര്യം സാധാരണ കോടതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു കോടതിയിലിട്ടു. ഈ സിനിമയുടെ ഏതാണ്ട് ഒരു 75% കോർട്ട് റൂമിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ അത് എടുക്കാനുള്ള പ്രയാസങ്ങളുണ്ട്. അതൊക്കെ ഇത് വളരെയധികം ശ്രദ്ധിച്ച് തന്നെയാണ് ഈ സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ശ്രദ്ധ എല്ലാത്തിലും ഉണ്ടാവണം. നമ്മുടെ വേഷവിധാനത്തിലുണ്ടാവണം. നമ്മൾ ഒരു അഡ്വക്കേറ്റ് മറ്റൊരു അഡ്വക്കേറ്റിനോട് പെരുമാറുന്നത്, ജഡ്ജിയോട് പെരുമാറുന്നത്, ഒരു പ്രതിയോടോ സാക്ഷിയോടോ പെരുമാറുന്നതിനൊക്കെ ചില നിയമങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാതെ ചെയ്യാം. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും, ഞാൻ ഉൾപ്പെടെ. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പം ഇപ്പോഴാണ് കോടതിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ സാധാരണക്കാരൻ ഒരു 80% ആൾക്കാരും കോടതി കാണാത്ത ആൾക്കാരാണ്. സിനിമ കണ്ടിട്ടുള്ള കോടതിയാണ് എല്ലാവർക്കും അറിയുള്ളൂ. തീർച്ചയായിട്ടും. അതല്ലാതെ ഇപ്പം ഈ ഇതിലെ കഥാപാത്രം ശരിക്കും നമ്മൾ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കുന്ന കുറച്ച് നാൾ പ്രാക്ടീസൊന്നും ഇല്ലാതെ കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു കഥാപാത്രം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം റെഡ് ചില്ലീസ് സിനിമയിലെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LLB കഴിഞ്ഞ് വേറെ ബിസിനസ് ചെയ്ത് കോടീശ്വരനായിട്ട് പിന്നീട് ഒരാവശ്യം വന്നപ്പോൾ കോട്ടിടുന്ന ഒരു മാസ് ഹീറോ ആണ്. ഇതിൽ പശ്ചാത്തലം ശരിക്കും രണ്ടും പറഞ്ഞ സെയിം ആണ്. കുറച്ച് കാലമായിട്ട് പ്രാക്ടീസ് നിലാണ് മാറി നിൽക്കുന്ന, പക്ഷേ ഉൾവലിഞ്ഞ് നിൽക്കുന്ന, സ്വയം പരാജിതനാണ് എന്ന് സമ്മതിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കൊണ്ട് ഇത് കഴിയില്ല എന്ന് തുറന്നു പറയുന്ന ഒരു നായകനാണ്. അപ്പം കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കഥാപാത്രം ഏറെക്കുറെ സെയിം എന്ന് പറയാം. ഒരാൾ മാസം, ഒരാൾ കുറച്ചുകൂടി ഉൾവലിഞ്ഞ് നിൽക്കുന്നത്. അപ്പം എപ്പോഴെങ്കിലും ഒരു കഥാപാത്രം സ്വീകരിക്കുമ്പോൾ ലാലേട്ടനെ പോലെ ഒരു ആക്ടർ ഒരിക്കലും ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരില്ല. ചിന്തിച്ചിട്ടുണ്ട് റെഡ് ചില്ലീസിൽ ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ അതില്ലാത്ത രീതിയിൽ നമുക്കിത് വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും സ്വയം ഒരു ടൈമിൽ ആലോചിക്കേണ്ടി വന്നിട്ടുണ്ടോ? ശരിക്കും അങ്ങനെ ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത്. കാര്യം അങ്ങനെ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. കാര്യം അതുപോലെയുള്ളൊരു സിനിമയല്ല ഇത്. കുറച്ചുകൂടെ റിയലിസ്റ്റിക്കാണ്. ഇത് സംഭവിക്കാവുന്ന സിനിമയാണ്. ഇങ്ങനൊരു കാര്യം പറ്റില്ല. ചില്ലീസൊക്കെ നമ്മളൊരു മേക്ക് ബിലീഫിൻ്റെ അകത്ത് പോകുന്നതാണ്. ഇതൊരു പക്ഷേ ഒരു വേണമെങ്കിൽ സംഭവിക്കാം. ഇങ്ങനെ ഇതിനുള്ളൊരു പോസിബിലിറ്റിയാണ്. ഇങ്ങനെ ഇത് മുഴുവൻ കള്ളമാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമയിൽ ഒരു ഡിബേറ്റാണ്. അത് സംഭവിക്കാം. പോസിബിലിറ്റി. നമ്മളെ ദൃശ്യത്തിലെ ഹീറോ പറയുന്നത് ഞാൻ ഐ എം ടേക്കിംഗ് എ ചാൻസ്. അത് അയാളുടെ ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഈ സിനിമയിലും പല ഭാഗ്യങ്ങൾ വേണമെങ്കിൽ വിജയമോഹൻ ഉണ്ടാകാം, ഇല്ലായിരിക്കാം. അതിൽ ഒരു ചാൻസ് എടുക്കുകയാണല്ലോ ലൈഫിൽ. ഒരു സത്യം തെളിയിക്കാനായിട്ട് ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനായിട്ടുള്ള ശ്രമമാണ് നേരെന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ഇതിലെ ക്യാരക്ടർ പറയുന്ന ഒരു അത് എന്നെക്കൊണ്ട് ഇത് കഴിയില്ല, അല്ലെങ്കിൽ ഞാനിതിന് പ്രാപ്തനാണോ എന്ന് അറിയില്ല എന്ന്. ഇപ്പോൾ റിയൽ ലൈഫിലേക്ക് വന്ന് എപ്പോഴെങ്കിലും ലാലേട്ടനെ പോലൊരു പേഴ്സണാലിറ്റി അങ്ങനെ ഇപ്പം സാധാരണക്കാരായ നമ്മളൊക്കെ തോന്നിയിട്ടുണ്ടോ ഇതെന്നെ കൊണ്ട് പോയി, അങ്ങനത്തെ എപ്പോഴും തോന്നുന്ന മൂമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ ശരിക്കും? ഇത് എന്നെക്കൊണ്ട് കഴിയില്ല. ഇത് സിനിമയോ? അല്ല, സിനിമയിലല്ല, അല്ലാതുള്ള ഏതെങ്കിലും ഒരു ടൈമിൽ ലാലേട്ടന് ഞാൻ വിചാരിച്ചുള്ളത് നടക്കില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് കഴിയില്ല, അങ്ങനെ പിന്മാറേണ്ട ഒരു സിറ്റുവേഷൻസ് ഒക്കെ ലാലേട്ടൻ കടന്നു പോയിട്ടുണ്ടോ? ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ ലാലേട്ടന് കുറച്ച് ഈസിയാണ്. നമ്മുടെ വളരെ പേഴ്സണൽ ലൈഫിലൊക്കെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അല്ലാതെ സിനിമയിലൊന്നും അങ്ങനെ അത് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പറയാം. എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് പിന്മാറേണ്ട സിറ്റുവേഷൻസ് ഒന്നും വന്നിട്ടില്ല. അതങ്ങനെ സിനിമയിലൊരു ഈ ഒരു കഥാപാത്രത്തെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അങ്ങനെ ഒരു കഥാപാത്രത്തെ നമ്മൾ കേട്ടിട്ട് അയ്യോ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. എനിക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു വലിയ റോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയും എനിക്ക് പറ്റുന്നതല്ല, അങ്ങനെയുള്ളൂ. അല്ലാതെ അതൊരു പിന്മാറ്റമല്ല. അത് ഇപ്പം ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്തിനാണ് ചെയ്യാമെന്ന് പറയുന്നത്? അത് ഏറ്റിട്ട് പിന്നെ അത് കുളവാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ ജിത്തു സാർ, ഇന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ വൈഫ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ഒരുപാട് സിനിമ ഫോളോ ചെയ്യുന്ന ആളല്ല, അപ്പം നേരിട്ട് ട്രെയിലർ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞു ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂ ആണ്. അതിനെ ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ജിത്തു ജോസഫ് സാറാണ്. പുള്ളിക്കാരുടെ ഇമ്മീഡിയറ്റ് മറുപടി എന്നെ ഞെട്ടിച്ചു, അപ്പം അടിപൊളി സിനിമയായിരിക്കും. അത് ട്രെയിലർ കണ്ടിട്ടില്ല, ലാലേട്ടൻ എന്ത് ക്യാരക്ടറാണെന്ന് അറിയില്ല. ഞാൻ ലാലേട്ടൻ ഇൻ്റർവ്യൂ ഉണ്ടെന്നുള്ള അറിവ് മാത്രമേ ആൾക്കുള്ളൂ. അപ്പം ആ ഒരു വിശ്വാസം, ഫാമിലിയിലുള്ള ഒരു വിശ്വാസം ശരിക്കും ഒരു പരിധി വരെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതുപോലെ തന്നെ ടെൻഷനും തരുന്നില്ല ശരിക്കും. നിങ്ങളുടെ കോമ്പിനേഷനിൽ ഒരു സിനിമ വന്നാൽ എന്താണെന്ന് അറിയാതെ തന്നെ എൻ്റെ വൈഫ് പറഞ്ഞു നല്ല പടമായിരിക്കും. അല്ല, തീർച്ചയായിട്ടും അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് അതിൻ്റെതായ ടെൻഷനൊക്കെ നമുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളൊരു കഥ ചൂസ് ചെയ്യുമ്പോഴും ആ കഥ പറയുന്ന രീതിയിലും ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം പ്രത്യേകിച്ചും ഫാമിലി വരുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തതൊന്നും കൊണ്ടുവരാൻ പാടില്ല. എനിക്ക് ഫാമിലി ഓഡിയൻസും ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഇതാണ്, ചെറുപ്പക്കാരും ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം കൊണ്ടുപോകാൻ. ഇപ്പോൾ ഈ സിനിമയിലാണെങ്കിലും നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അറിയാം, ഞാൻ ഒത്തിരി കെയർഫുള്ളായിട്ട് ഒത്തിരി വളരെ സൂക്ഷിച്ച് കുറച്ച് ഷോട്ട്സ് എടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ. കാരണം എനിക്ക് ചില കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഫാമിലി പോലെയുള്ള ഓഡിയൻസിന്
ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചില പ്രത്യേക രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഒത്തിരി സൂക്ഷിച്ച് തന്നെ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ എഫേർട്ട് ഇടണം. അവർക്ക് ആ എന്താ പറയുക വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്ന സിനിമകളിലൊക്കെ ഇമോഷണലി ഭയങ്കര കണക്ട് ആയിട്ടുള്ള ഹീറോ ആയിരിക്കും. ഒരു മാസിന് പകരം ഇപ്പം റാം വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള സിനിമകൾ ഇപ്പോൾ 4 ആ സിനിമകളിലൊക്കെ നായകൻ കുറച്ചുകൂടി ഇമോഷണലി കണക്ട് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കും. എന്തുകൊണ്ടാണ് ഇപ്പം റാമിലേക്ക് വന്നപ്പോൾ മാത്രമാണ് ഒരു മാസ് ലാലേട്ടൻ്റെ വെച്ചിട്ടൊരു മാസം എന്ന് ആലോചിച്ചത് എന്തുകൊണ്ട് ഇത്ര താമസിച്ചു? റാമിനകത്തും ഇമോഷണലി കണക്റ്റഡാ, മെമ്മറീസിനകത്ത് ഇമോഷണലി കണക്റ്റഡാ, കൂമനകത്ത് ഇമോഷണലി കണക്റ്റഡാ. ഇമോഷൻ ഈസ് അല്ലേ ഒരു നായകനും നായികയും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു കുടുംബമുണ്ട്. ഒന്നെങ്കിൽ ഭാര്യയായിട്ടുള്ള, അല്ലെങ്കിൽ സഹോദരനായിട്ടുള്ള, സഹോദരിയായിട്ട്, അച്ഛൻ, അമ്മ, ലൈഫ് ഓഫ് ജോസൂട്ടി ഞാൻ ചെയ്തു. അത് ഇമോഷൻ, അതിനകത്ത് ഫുൾ ഇമോഷൻസാണ്. അച്ഛൻ മകൻ റിലേഷൻഷിപ്പാണ്. ഇമോഷനാണ് സിനിമ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം അല്ലാതെ ഇവിടുന്ന് ഒരു നായകൻ വന്നു, ഇവിടുന്ന് ഒരു നായിക വന്നു, അവരൊക്കെ എങ്ങോട്ടോ പോയി, അതല്ല. ഒരു അച്ഛൻ, അമ്മ. ഞാൻ മൈബോസ് ചെയ്ത് കഴിഞ്ഞപ്പം എന്നോടൊരാൾ വന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷം അവർ മുത്തശ്ശിയെ കണ്ടെന്ന് സിനിമയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ പക്ഷെ അതൊക്കെ അങ്ങ് പോയി. പക്ഷെ ഞാനിപ്പോഴും ആ ഒരു ലൈനിൽ പോകുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും. ഇപ്പം ട്രെയിലറിൽ സിദ്ദിഖിക്ക ലാലേട്ടൻ്റെ ക്യാരക്ടറിനോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. കോടതിയിൽ നിശബ്ദയായി പോകേണ്ടി വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ചില സമയം ഇപ്പം നമ്മൾ തുടക്കത്തിലും അല്ലെങ്കിൽ ആവേശം കയറിയൊക്കെ ചിലപ്പം ആർഗ്യ ചെയ്യുമ്പോൾ സീനിയേഴ്സ് ആരെങ്കിലുമൊക്കെ ആർഗ്യ ആയിരിക്കും. അപ്പോൾ നമ്മളോട് സീനിയർ പറയുന്നതിന് പകരം അതിന് മുമ്പ് തന്നെ നമ്മളോട് ജഡ്ജ് പറയും, ചിലപ്പം അദ്ദേഹം ആർഗ്യ ചെയ്യട്ടെ എന്ന് പറയും. ഇങ്ങനെ കാണിക്കും. ചില സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. അതിപ്പോഴും ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം 2011 പ്രാക്ടീസ് തുടങ്ങിയതാണ് ഞാൻ. പക്ഷെ 2017-18 കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു നിമിഷം ഉണ്ടായി. കറക്റ്റാണത്. കാരണം മുതിർന്ന ആൾക്കാരാണ്, സീനിയേഴ്സാണ്. അവർ ആർഗ്യ ചെയ്യുമ്പോൾ നമ്മൾ ആവേശം കയറി അങ്ങനെയല്ല, നമുക്ക് ഇൻറ്റർപ്റ്റ് ചെയ്യേണ്ട സമയമുണ്ട്. അങ്ങനെയിട്ട് പിന്നെ സംഭവിക്കാതെ എനിക്കുണ്ടായിട്ടുണ്ട് പേഴ്സണലി. സാർ 4 ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന സാർ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇപ്പോൾ കോർട്ട് റൂമിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ഫ്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ 4 ക്യാമറയിലേക്കൊക്കെ. ബേസിക്കലി എനിക്ക് ആ ഇമോഷണൽ കണ്ടിന്യൂറ്റി എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം നമ്മളത് കട്ട് ചെയ്ത് ഒന്നാമത് കോടതിക്കകത്ത് ഇരുന്നും ഒക്കെ ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറയാം, 12th മാൻ ഷൂട്ട് ചെയ്ത സമയത്ത് ഒരു മുറിക്കകത്തായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇതായിട്ട് നമ്മൾ ഷോർട്സ് എടുത്ത് കഴിയുമ്പോൾ എല്ലാവരും പുറത്തേക്ക് ചാടുക. കാരണം ഇരുന്നിരുന്നിരുന്ന് മടുക്കും. അപ്പം ഒത്തിരി കാര്യങ്ങളുണ്ട്. അതേസമയം നമ്മൾ ആ 4 ക്യാമറ വെച്ചിട്ട് ആ ഒരൊറ്റ ഫ്ലോയിൽ അങ്ങ് പോകുമ്പോൾ കറക്റ്റായിട്ടുള്ള ഇമോഷണൽ കണ്ടിന്യൂറ്റി കിട്ടും, കറക്റ്റ് ഇമോഷൻസ് കിട്ടും. അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് കൊണ്ടാണ് ഞാൻ അത് 4 ക്യാമറ വെച്ച് ചെയ്യാനായിട്ട്. പക്ഷേ അതിനൊത്തിരി പ്ലാനിങ് വേണം, ഭയങ്കര എന്താ പറയുക, ഒരു ടീം വർക്ക് ഉണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. പോലീസും കോടതിയും ക്രൈമും ഒന്നും ഇല്ലാത്തൊരു സിനിമ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാമോ ഈ ഒരു കോമ്പിനേഷൻ? അങ്ങനെ വലിയ ആഗ്രഹമുണ്ട്. അതെ, അങ്ങനെ ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നതല്ലല്ലോ. അതങ്ങനെ സിനിമ ഉണ്ടാകട്ടെ. പോലീസും ക്രൈമും ഒന്നും ഇല്ലാത്തൊരു സിനിമ ഏതാ ഉള്ളത്? നല്ലൊരു ഫാമിലി സിനിമ നമുക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു കഥ ഒത്തു വരുവാണെങ്കിൽ നടക്കും. അല്ല, എപ്പോഴും ആൾക്കാർക്ക് കൂടെ ഇൻട്രസ്റ്റ് ആവുന്ന കാര്യം വേണമല്ലോ. ഇപ്പോൾ ഇത്തരം ക്രൈമും പോലീസും ഒക്കെ ആണല്ലോ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. കാര്യം ഇത് ഒരു ക്രൈം നടന്നിട്ട് അത് എങ്ങനെ തെളിയിക്കുക എന്ന് പറയുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തം കൂടാണ്. അവരും കൂടെ ഈ സിനിമയിൽ ജോയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ദൃശ്യം എന്നുള്ള സിനിമയിൽ അയാൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ, പക്ഷേ ആൾക്കാർ അയാളുടെ കൂടെയാണ് ജോയിൻ ചെയ്തത്, മറ്റവരുടെ കൂടെ അല്ല. അപ്പോൾ അതുപോലെ ഈ സിനിമയിലും അല്ലെങ്കിൽ ഏത് സിനിമയായാലും അതിൻ്റെ മെയിൻ സിനിമ കൊണ്ടുപോകുന്ന ആളുടെ കൂടെ ആൾക്കാരും കൂടെ ചേരണം. അപ്പോഴാണ് ആ സിനിമ സക്സസ് ആകുന്നത്. നേരിൻ്റെ കൂടെ വിജയമോഹൻ്റെ കൂടെ ആൾക്കാർ ചേരണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും വിജയമോഹൻ്റെ ക്യാരക്ടർ കുറച്ചൊരു ഉൾവലി നിൽക്കുന്ന പ്രകൃതമുള്ള വ്യക്തിയാണ്. കുറച്ചൊരു അഴിഞ്ഞാടുന്ന ടൈപ്പുള്ള അങ്ങനത്തെ ക്യാരക്ടറല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഭിനയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ലിമിറ്റേഷൻസ് ആ ക്യാരക്ടറിന് വച്ചിട്ടുണ്ടായിരുന്നോ ഡയറക്ഷൻ സൈഡിൽ നിന്ന്? ഇല്ല, അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ നമ്മളൊരു സ്ക്രിപ്റ്റ് പ്രകാരം അയാൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം അയാൾക്ക് ചിരിക്കാൻ പോലും പറ്റുള്ളൂ. കാര്യം അത് അത്രയും ടെൻഷനിലായി നടക്കുന്ന ആളാണ്. ഇതെന്തിനെടുത്തു എന്നുള്ള ചിന്തയിൽ നടക്കുന്ന ആളാണ്. ആപ്പാടെ ജൂനിയറിന്റെ കാര്യം വരുന്നിടത്ത് മാത്രമാണ് വിജയൻ ഒന്ന് ചിരിച്ചത്. എങ്ങനെയാണ് ലാലേട്ടനിലേക്ക് എത്തുന്നത്? ശരിക്കും ലാലേട്ടനിലേക്ക് ഇതിന്റെ ആശയം, അതിൻ്റെ ഒരു ത്രെഡ് സാറ് പറയുന്നു. അത് ഞങ്ങൾ ആ 1 ലൈനായി ആ ക്യാരക്ടറൈസേഷൻ ഇങ്ങനെ കയറുന്ന സമയത്ത് തന്നെ അഡ്വക്കേറ്റ് വിജയമോഹൻ ലാലേട്ടനാണ്. കാരണം അതിൻ്റെ ക്യാരക്ടറൈസേഷൻ അതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിജയമോഹൻ ഇങ്ങനെ വരുന്നു അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും
ലാലേട്ടൻ തന്നെയാണ്, അതിന് പിന്നെ വേറൊരു ചോദ്യമില്ല. ലാലേട്ടനല്ലാണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ക്യാരക്ടറൈസേഷൻ ആയിരുന്നു അഡ്വക്കേറ്റ് വിജയ് മോഹൻ. ലാലേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കഥ സെലക്ട് ചെയ്യേണ്ട ട്രിഗർ എന്താണ്? ജിത്തു ജോസഫ് എന്നുള്ളൊരു പേരാണോ, അതെയോ കഥ തിരക്കഥ വായിച്ച എന്താണ് അതിൻ്റെ ഒരു ട്രിഗർ ഇത് സെലക്ട് ചെയ്യാൻ? എല്ലാം അതിൻ്റെ ഘടകമല്ലേ. ഇപ്പോൾ ഒരു കഥ വായിച്ചിട്ട് അത് ആര് ചെയ്യുന്നു എന്നും കൂടെ നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. അല്ല, ഈ സിനിമ വേറെ ഒരാൾക്ക് ചെയ്യാം, പക്ഷെ അത് വേറൊരു സിനിമയാവും. പക്ഷേ ഇത് 2-3 വർഷമായിട്ട് ജിത്തു അതിൻ്റെ പുറകെ ഇരിക്കുകയും ഇവരെ ഒരുമിച്ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെ അത്രയും ഒരു കോൺഫിഡൻസ് ആയതിനു ശേഷമാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു പെട്ടെന്നൊരു സിനിമ ഉണ്ടാകുകയല്ല. അവരിപ്പോൾ പെട്ടെന്നൊന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് പെട്ടെന്നായിപ്പോയത്. പക്ഷെ അതിന് മുമ്പേ നമ്മളോട് പറഞ്ഞിരുന്നു ഞങ്ങളൊരു സിനിമയിൽ എങ്ങനെ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടെന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു നോട്ടാണ്, എൻ്റെ ക്രൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും പിന്നെ അതിനായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് തന്നെ ചെയ്യാം, അതിനുള്ള സമയമുണ്ടായി. ആ സിനിമ സംഭവിച്ചു. അതിൽ കൂടുതൽ പെട്ടെന്നൊന്നും അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അത് ഇങ്ങനൊരു സിനിമ നടക്കേണ്ട സിനിമയാണ്, ആൾക്കാർ കാണേണ്ട സിനിമയായിരിക്കാം, അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ദൃശ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമം ലംഘിക്കുന്ന നായകൻ എന്ന് വേണമെങ്കിൽ നമുക്കതിന് പറയാം. ഇത് നിയമം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തിരിച്ചു വരുന്ന ഒരു നായകൻ എന്ന് പറയും. വിജയമോഹൻ ഇനിയൊരു തുടർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അഡ്വക്കേറ്റ് അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. ഉണ്ടോ ഇവരാണ് പറയേണ്ടത്. പോസിബിലിറ്റി ഉണ്ടല്ലോ. അതെ, വിജയമോഹന് പോസിബിലിറ്റി ഉണ്ടല്ലോ. വിജയമോഹൻ ഒരു പ്രൊഫഷണലി നിൽക്കുന്ന ആളല്ലേ. ആ പ്രൊഫഷനിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒത്തിരി ജീവിക്കണ്ടേ. അതെ, കേസുകൾ വരുമല്ലോ. ഇപ്പം നമ്മൾ പല കേസുകളിലും ജയവും തോൽവിയും ഉണ്ടാകും. പക്ഷെ വക്കീലിന്റെ കേസ് വന്നുകൊണ്ടേയില്ല. പക്ഷെ ഓരോ കേസിന്റെ ഓരോ വിജയമനുസരിച്ചാണ് അടുത്ത കേസിലേക്ക് പോകണം. അല്ല, അതുകൊണ്ട് പക്ഷെ നിർബന്ധമല്ല. കാരണം പ്രോമിസ് ഇപ്പൊ നമ്മൾ വളരെ നന്നായിട്ട് കേസ് കണ്ടക്ട് ചെയ്യുന്നു. ആ കേസ് വളരെ നന്നായിട്ട് കണ്ടക്ട് ചെയ്തിട്ടും വിധി എതിരാണെങ്കിൽ ആ കേസ് ആ ലോയർ ട്രയൽ കണ്ടക്ട് ചെയ്തത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന അത് ഫുള്ള് ആദ്യം മുതൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാകും. കോടതി റൂമിലെ ന്യായാധിപൻ ഉണ്ടാകും. ഇപ്പൊ ശരിക്കും റിയൽ കോർട്ടിലാണെങ്കിലും ആ ജഡ്ജ് നമ്മളോട് പറയും നിങ്ങൾ വളരെ നന്നായിട്ട് അത് ചെയ്തു, പക്ഷെ എനിക്കത് നിർവാഹമില്ലാണ്ടായിപ്പോയി, റിയലി നിങ്ങളെക്കാൾ ഇനി അത് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ നമുക്ക് വിധി എതിരായി പോകും. അത് സിസ്റ്റത്തിന്റെയാണ്. പക്ഷെ ശാന്തിക്ക് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി. അത് കവർ ചെയ്യാനാണ് ഞാനൊരു വക്കീലല്ലേ സാർ. ലാലേട്ടന്റെ കരിയറിൽ വിജയത്തിനും പരാജയത്തിനും എത്ര ദൈർഘ്യമുണ്ട് സ്ഥാനം? എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? രണ്ടും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യാതിരുന്നാൽ മതി. വളരെയധികം സന്തോഷിക്കാതെ വളരെയധികം സങ്കടപ്പെടാതെ ബീയിങ് എന്നൊക്കെ പറയും, നടുക്ക് നിൽക്കുക എന്ന് പറയും. നമ്മൾ പണ്ട് കുട്ടനാട് ഭാഷയിൽ പറയും എങ്ങനെയുണ്ടോ അടിച്ചടിച്ച് നിൽക്കുക എന്ന് പറയും. ഈ വെള്ളം ഇങ്ങനെ അതുപോലെ അങ്ങനെ അടിച്ചടിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിന്നാൽ മതി. അപ്പോൾ വിജയപരാജയങ്ങൾ അതിൻ്റെ വഴിക്ക് പൊക്കോളും. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. സമയക്കുറവ് പോലെ നമുക്ക് അടുത്ത ഇന്റർവ്യൂവിൽ ബാക്കി ചോദിച്ചായിട്ടും. എല്ലാവർക്കും ഹിറ്റാവട്ടെ, തൊടുന്ന എല്ലാം പൊന്നാവട്ടെ. 3 പേര്. താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.